മറന്നുപോയൊരു പാട്ടിന്റെ മഴനൂൽ പോലെ, മറ്റൊരു ജന്മത്തിന്റെ നക്ഷത്രപ്പൊട്ടുപോലെ ഒരു മെഴുതിരിയായി ഞാൻ ഒരുങ്ങുന്നത് നിനക്ക് വേണ്ടി മാത്രം. കാലത്തിന്റെ തീരത്ത് എവിടെയോ വെച്ച് നഷ്ടമായ ജീവിതത്തിലെ ചില നല്ല ഓർമ്മകൾ. ആ ഓർമ്മകൾ ഇപ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത് ഒരു പൊട്ടിച്ചിരിയാവാം. അതെ, ഓർമ്മകൾ. മഴ പോലെ മനസ്സിൽ നിറയുന്ന ആ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. റിവൈൻഡ്. അങ്ങനെ നിങ്ങളുടെ സ്വന്തം റിവൈൻഡിന്റെ തിരുമുറ്റത്തെത്തി നിൽക്കുകയാണ് നമ്മളെല്ലാവരും, അല്ലേ? ശൈലേഷ് കാക്കുനി നമ്മളെല്ലാവരെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് റീവൈൻഡിന്റെ തിരുമുറ്റത്ത് നിൽക്കുന്നു. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, ഈ ആഴ്ചത്തെ ആദ്യത്തെ റീവൈൻഡിലേക്ക് കാലെടുത്ത് വെക്കാം. ശൈലേഷ് നമസ്കാരം. തന്നെ ശൈലേഷിന് നന്ദി അറിയിക്കുകയാണ് ഈ ഒരു സെഗ്മെന്റിലേക്ക് കടന്നു വന്നതിന്. ശൈലേഷ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഹായ് ശുഭിച്ചേട്ടാ, നൂറ് ചേച്ചി, കബലി ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ഒത്തിരി നല്ല ഓർമ്മകൾ സമ്മാനിച്ച റീവൈൻഡിലേക്ക് എന്റെ ഒരു കൊച്ചു ഓർമ്മക്കുറിപ്പ് കൂടി ഞാൻ സമർപ്പിക്കുന്നു. തന്നോളൂ. സൗഹൃദം ഒരു പൂവ് പോലെ മനോഹരമായിരിക്കണം, അതൊരു പുഴ പോലെ ഒഴുകണം. സൗഹൃദത്തെ നമുക്ക് ഇങ്ങനെയൊക്കെ വർണ്ണിക്കാം. പക്ഷെ എന്റെ ചില സൗഹൃദങ്ങൾ എനിക്ക് വേദനകൾ മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ. അതുപോലെ വേദന സമ്മാനിച്ചൊരു കൂട്ടുകാരനായിരുന്നു റാഫി. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരിക്കും, ആരാണ് ഈ റാഫി എന്നല്ലേ? പറയാം. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ റാഫി ഒരു നല്ല കൂട്ടുകാരനായിരുന്നു എന്റെ. ഓരോ ദിവസവും സ്കൂളിൽ നിന്നും മടങ്ങിയെത്തി ഭക്ഷണം കഴിച്ച് നേരെ ഒരൊറ്റ ഓട്ടവാ റാഫിയുടെ പുത്തൻപുരയിൽ എന്ന വീട്ടിലേക്ക്. റാഫി പുത്തൻപുര. അവന്റെ വീടിന്റെ മുറ്റത്തും പറമ്പിലുമായിരുന്നു ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വീടുമായി എനിക്ക് അത്രയും നല്ല അടുപ്പവുമായിരുന്നു കേട്ടോ. റാഫിയുടെ അച്ഛനെ വീട്ടിലെല്ലാവരും ഉപ്പാപ്പ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉപ്പാപ്പ എന്ന് വിളിച്ചു പോകുന്നത്. നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. അങ്ങനെ ക്രിക്കറ്റ് കളിയും പഠിത്തവുമായി വർഷങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ മടക്കമടക്കെന്ന് കടന്നുപോയി. ഞാൻ പഠനം അവസാനിപ്പിച്ച് ക്രിക്കറ്റ് കളി മാത്രമായി പിന്നെ എന്റെ ജീവിതം. അത് കണ്ട് ദേഷ്യപ്പെട്ട വീട്ടുകാർ 6 കിലോമീറ്റർ ചുറ്റളവിൽ ആയഞ്ചേരി എന്ന വലിയൊരു ടൗൺ ഉണ്ട്, അവിടെ എനിക്ക് ജോലി ശരിയാക്കി തന്നു. രാവിലെ 9 മണിക്ക് പോകണം, രാത്രി 9 മണിക്ക് അവസാന ബസ്സാണ്. അതിൽ കയറി കാക്കുനിയിൽ ഞാൻ വന്നിറങ്ങും. രാത്രിയാൽ എനിക്ക് ഭയങ്കര പേടിയാ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വരുന്നതും കാത്തിരിക്കും ഞാൻ. ആരും ഇല്ല എന്ന് അറിഞ്ഞാൽ തനിച്ചു പോകും ഞാൻ. ചെറിയ ശബ്ദങ്ങളൊക്കെ കേട്ടാൽ വീട്ടിലേക്ക് ഒറ്റ ഓട്ടമാണ്. വീടിനടുത്തെത്തിയാൽ കിതപ്പ് മാറ്റി ഞാൻ ചിന്തിക്കും, അല്ല ഈ ഓട്ടം സ്കൂൾ മത്സരങ്ങളിൽ ഞാൻ ഓടിയിരുന്നെങ്കിൽ ഒരു ട്രോഫി എങ്കിലും കിട്ടിയേനെ. അങ്ങനെ ടൗണിലെ ജീവിതം അടിപൊളിയായി പൊക്കൊണ്ടിരിക്കുകയാണ്. റാഫി എന്റെ കടയുടെ അടുത്തായി ജോലിക്ക് വന്നു കേട്ടോ. പിന്നെ ഞാൻ തനിച്ചായില്ല. 9 മണിക്ക് ശേഷം 2 പേരുടെയും കടയടച്ച് അവസാന ബസ്സിൽ കാക്കുനിയിൽ ഞങ്ങൾ വന്നിറങ്ങും. ഇരുട്ടിലൂടെ ഞങ്ങൾ നടന്നു പോകും. അതിനിടയിൽ റാഫി അവന്റെ സ്വപ്നങ്ങളെ പറ്റി തമ്മിൽ മുഖം കാണാതെ സംസാരിക്കും. ശൈലേഷേ, നിനക്കറിയാവോ എന്റെ അനുജൻ റാഷിക്ക് അവൻ നന്നായിട്ട് പഠിക്കൂടാ, അവനെ പഠിപ്പിച്ച് വലിയൊരു നിലയിലെത്തിക്കണം, പിന്നെ ഒരു വീട് വെക്കണം. അങ്ങനെ പോകുന്നു അവന്റെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാം നേടിയെടുക്കാൻ ഗൾഫിൽ പോകാൻ വേണ്ടി പാസ്പോർട്ടും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റാഫി. ഒരു വ്യാഴാഴ്ച റാഫിയുടെ കടയിൽ നോക്കിയപ്പോ അവനെ കാണാനില്ല. അവൻ നേരത്തെ വീട്ടിൽ പോയിരുന്നു. അന്ന് ഞാൻ തനിച്ചായി. വീട്ടിലെത്തിയുടനെ വേഷം മാറി ഡ്രൈവർ വിനീഷിന്റെ വീട്ടിൽ പോയി ഞാൻ സിനിമ കാണാനായിട്ടേ. അവിടെ എത്തിയപ്പോ റാഫിയും ഒത്തിരി കൂട്ടുകാരും സിനിമ കാണാൻ ഇരിപ്പുണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങി കൂടെ അടുത്ത വീട്ടുകാരൻ അശോകൻ ചേട്ടനും ഉണ്ടായിരുന്നു. കുറച്ചു ദൂരം നടന്ന് അശോകൻ ചേട്ടൻ അയാളുടെ വീട്ടിലേക്ക് കയറിപ്പോയി. അതിനു മുമ്പിലാണ് റാഫിയുടെ വീട്. റാഫിക്ക് വീട്ടിലേക്ക് കയറാൻ ഞാൻ വെളിച്ചം കാണിച്ചു കൊടുത്തു. അവൻ വീട്ടിലെത്തിയെന്ന് ഉറപ്പായപ്പോ ഞാൻ എന്റെ വീട്ടിലേക്കും പോയി. പിറ്റേ ദിവസം രാവിലെ ഉറക്കമുണരുന്ന പതിവില്ലാത്തതുകൊണ്ട് പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി ഉറങ്ങുമ്പോ അമ്മയുടെ ചേച്ചിയുടെ മകൻ സുമേഷ് എന്നെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ റാഫി മരിച്ചു എന്ന്. അത് കേട്ട ഞാൻ പുതപ്പ് മാറ്റി അവനെ തുറച്ചു നോക്കി. ഞാൻ ചോദിച്ചു, നീ എന്തായി പറയുന്നത്? അവൻ ഇന്നലെ രാത്രി എന്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ. ഉടനെ മുഖം കഴുകി ഒരു ഷർട്ട് എടുത്തിട്ട് റാഫിയുടെ വീട്ടിലേക്ക് ഞാൻ ഓടി. അപ്പോഴും എന്റെ മനസ്സിൽ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു, സുമേഷ് പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കരുതേ എന്ന്. പക്ഷെ അവിടെ കണ്ട കാഴ്ച എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നൂർദീദി. മണിക്കൂറുകൾക്ക് മുൻപ് ഞങ്ങളുടെ കളിച്ചു ചിരിച്ചു നടന്ന റാഫി ജീവനില്ലാതെ കിടക്കുന്നത് കണ്ട് എന്റെ കണ്ണു നിറഞ്ഞുപോയി. ആ മുഖത്തേക്ക് ഒരു വട്ടം മാത്രം നോക്കി ഞാൻ മാറി എന്ന് ചിന്തിച്ചു. ഒരു രാത്രി കൊണ്ട് അവന്റെ ജീവന് എന്ത് സംഭവിച്ചു എന്ന്. ഇന്നും ആർക്കും അറിയാത്തൊരു സത്യം അതായിരുന്നു.
അന്നൊരു വെള്ളിയാഴ്ച ആയതിനാൽ ജുമാ നമസ്കാരത്തിന് മുന്നേ റാഫിയുടെ മയ്യത്ത് ഖബർസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ആൾക്കൂട്ടത്തിന് കുറച്ച് പിറകിലായി ഞാൻ കുറച്ചു ദൂരം നടന്നു. പിന്നെ റാഫി ഇല്ലാത്ത വീടിനോട് വല്ലാത്തൊരകൽച്ചയുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ബഹ്റൈനിലെത്തി. പക്ഷെ ഇപ്പോഴും അവന്റെ പുഞ്ചിരിക്കുന്ന മുഖവും കൊച്ചു കൊച്ചു വികൃതികളും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒപ്പം മരിച്ചിട്ടില്ല എന്നതുപോലെ ഒരു തോന്നലും. ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് റാഫി ജോലി ചെയ്യുന്നത് പോലെ തോന്നുക. ഒരു രാത്രി ആരോടും മിണ്ടാതെ മനസ്സിൽ വേദനകൾ മാത്രം സമ്മാനിച്ച് ദൂരെ അകന്നുപോയ ആ കളിക്കൂട്ടുകാരന്റെ ഓർമ്മകൾക്ക് മുൻപിൽ 1000 കണ്ണീർ പൂക്കൾ സമർപ്പിക്കുന്നു. നിർത്തുന്നു ശൈലേഷ് കാക്കുനി. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യമയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരണിഞ്ഞ രാത്രി തളർന്നു, തിരയിളകുന്നു, നുരചിതറുന്നു ഇരുളിൻ തീരങ്ങളിൽ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യമയങ്ങി. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾക്കും ഇന്ന് ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുകയാണ്. അനുഭവങ്ങളുടെ കൂട്ടുകെട്ടാണ് സുഹൃത്തുക്കളും സൗഹൃദം എന്ന് പറയുന്നത്, അല്ലേ? അത് ആർക്കും ഉണ്ടാക്കാനാവില്ല, ആർക്കും നഷ്ടപ്പെടുത്താനുമാവില്ല, അതിനെക്കുറിച്ച് ആർക്കും വിവരിക്കാനുമാവില്ല. അത് അനുഭവിക്കാൻ മാത്രമേ കഴിയൂ. അപ്പോൾ ഇന്ന് ബൈ ബൈ പറയുന്നതിന് മുൻപ് വിനിമയ നിരക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഖത്തറി റിയാലിന് തത്തുല്യമായ ഇന്ത്യൻ റുപ്പി 15.03. അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ ഖത്തർ സമ്മാനിച്ച മനോഹരമായ ഈ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും ഇന്ന് ഞങ്ങൾ തൽക്കാലത്തേക്ക് ബൈ ബൈ പറയുമ്പോൾ മറന്നു പോകരുത്, നാട്ടിലേക്ക് പണം അയക്കാൻ ഏറ്റവും വിശ്വസിക്കാവുന്നതും വേഗതയേറിയതും മികച്ച വിനിമയ മൂല്യം നൽകുന്നതുമായ ഖത്തറിലെ ഏക മണി എക്സ്ചേഞ്ച് സ്ഥാപനമാണ് അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. അൽസമാൻ എക്സ്ചേഞ്ച് യുവർ ഗ്ലോബൽ റെമിറ്റൻസ് പാർട്ണർ. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ ഒത്തുചേരാം. ബൈ ബൈ പറയുന്നവർ ഞാൻ ഷിബു മലയിൽ, ഒപ്പം കപിലും. ടാറ്റാ ബൈ. പരിഭവചന്ദ്രൻ പാതിമറഞ്ഞു, പാടാൻ മറന്നു കുയിലിണകൾ, താരുകൾ വാടി തളിരുകളിടറി, രജനീഗന്ധികൾ വിടരാതായി, നിലാപ്പൂപ്പന്തലോ കനൽ കൂടാരമായി, തമ്മിൽ മിണ്ടാതെ പോകുന്നൊരാപ്പാടികൾ അങ്ങകലെ, അങ്ങകലെ വിതുമ്പുന്നു മൂകാർദ്രതാരം, ഇനിയൊന്നു ചേരുമാവണിയെങ്ങോ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യമയങ്ങി. അരങ്ങൊഴിയുന്നു, നിഴൽ നാടകമോ മായുന്നു, ഹരിതവനങ്ങൾ ഹൃദയതടങ്ങൾ വേനൽ ചൂടിൽ വീകുന്നു. വരൂ വാസന്തമേ, വരൂ വൈശാഖമേ, നിങ്ങളില്ലാതെ ഈ ഭൂമി മൺകൂനയായി ഇങ്ങിതിലേ, ഇങ്ങിതിലേ വരൂ ശ്യാമ സാഫല്യഗംഗെ, ഇതു സാമഗാന സാന്ത്വനയാമം. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യമയങ്ങി. കഥയറിയാതെ
മനമകലുന്നു കനവിന്നോരങ്ങളിൽ. മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു